സോ ഹലോ ഗൈസ്, വെൽക്കം ടു ആനന്ദ IAS. സോ നമ്മൾ ഇന്ന് ജൂലൈയിലെ രണ്ടാമത്തെ ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. സോ ഇത് ആഹ്, വളരെ കുറച്ച് ന്യൂസ് ആണ് ഇപ്പം റെലവെന്റ് ആയിട്ട് ഈ ഒരു 2-3 ദിവസമായിട്ട് ന്യൂസിലുള്ളത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം, എളുപ്പമുള്ളതാണ്. സോ ഇന്നത്തെ, അതായത് ജൂലൈ 2-ലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ടോപ്പിക്സ് 3 ടോപ്പിക്സ്, ഹിന്ദുവിൽ വന്ന 3 ഇമ്പോർട്ടൻറ്റ് UPSC പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ചാൻസ് ഉള്ള ഒരു 3 ന്യൂസുകളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് ഇന്ത്യ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ 2024 റിപ്പോർട്ട് റീസെന്റ് വെനസ്ഡേയിൽ കഴിഞ്ഞ ദിവസം എന്താണ് അത് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാരുടെ ഈ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം രജിസ്റ്റർ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ബർത്തും ഡെത്തും ഒക്കെ രജിസ്റ്റർ ചെയ്ത് അത് അക്കൗണ്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ആ ഒരു അവയർനെസ് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ പോവാം. സോ ആദ്യത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം പ്രകാരം നമുക്ക് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ഈ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ പ്രകാരം മെയിൽ ടു ഫീമെയിൽ 2024 ഇന്ത്യയിൽ 1000 മെയിൽസിന് 917 ഫീമെയിൽസ് ആണ് ഉള്ളത്. ഓക്കെ, സോ അതിൽ തന്നെ കേരളം, അരുണാചൽ പ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, മേഘാലയ, മിസോറാം ഒക്കെയാണ് ടോപ്പ് പെർഫോമർ. 970 നാഷണൽ ആവറേജിനെക്കാട്ടിയും കൂടുതൽ നിൽക്കണ ആൾക്കാരാണ് ആരൊക്കെ? കേരളം, അരുണാചൽ പ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, മേഘാലയ, മിസോറാം, ഇവരൊക്കെ. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നാഗാലാൻഡ്, ലക്ഷദ്വീപ്, ജാർഖണ്ഡ് ഒക്കെയാണ്. ഓക്കെ, സോ ഇത് ഇപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താണ്? കുറച്ചൊക്കെ നമ്മൾ എന്താണ് ഈ സെക്സ് റേഷ്യോയിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ഈക്വൽ അല്ല, അല്ലെങ്കിൽ ഫീമെയിൽസ് മെയിലിനെക്കാട്ടി മുന്നേ കൂടുതലാവുന്നില്ല. ഇപ്പോഴും ചെറിയൊരു ജെൻഡർ ഇൻഇക്വാലിറ്റി ഉണ്ട് ഈ ബർത്തിന്റെ സമയത്ത്. അത് അറിയില്ല, നമുക്ക് പല കാരണം കൊണ്ടായിരിക്കും. എന്താണ്, ചിലപ്പം സെക്സ് സെലക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കാം, സെക്സ് സെലക്റ്റീവ് പ്രാക്ടീസസ് എപ്പോഴും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പാട്രിയാർക്കൽ സാധനമായിരിക്കാം, പലതുമായിരിക്കാം. ഇതൊക്കെ ലോഫുള്ളി നമ്മൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം അണ്ടർഗ്രൗണ്ടിൽ. ഹൂ നോസ്, റൈറ്റ്? സോ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഹരിയാന, പഞ്ചാബിൽ ആയിരുന്നു ഏറ്റവും കുറവ് എന്താണ് ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോസ് ഉള്ളത്. നിങ്ങൾക്കറിയാം, പാർട്ടീഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ബ്ലഡ് ബാത്ത് ഉണ്ടായത് ഹരിയാന, പഞ്ചാബ് ഭാഗത്താണ്. സോ ഒബ്വിയസ്ലി അവിടെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ കുറവാണ്. പോരാത്തതിന് അവിടെ കൂടുതൽ സെക്സ് സെലക്റ്റീവ് പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ജാട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇൻ 2024 അടുത്തൊരു പോയിന്റ് പറയുന്നത് 81,000 സ്റ്റിൽ ബർത്ത് വർ റെക്കോർഡഡ്. മീൻസ് 81,000 സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് നമ്മൾ പറയാം, ബർത്ത് ആവുന്നുണ്ട്, പക്ഷെ ആ കുട്ടി ജീവിച്ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവനോടെ ഇല്ല. ഓക്കെ, സോ അങ്ങനത്തെ 82 അല്ലെങ്കിൽ 81,000 ബർത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഓൾമോസ്റ്റ് 70% സ്റ്റിൽ ബർത്ത് നടന്നത് എവിടെയാണ്? അർബൻ ഏരിയാസിലാണ്. നമ്മൾ വിചാരിക്കും റൂറൽ ഏരിയാസിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുക, പക്ഷെ അർബൻ ഏരിയാസിലാണ്. പൊല്യൂഷനും അങ്ങനെ പല കാരണങ്ങളുള്ള സ്ട്രെസ്സും അങ്ങനെ പല ഡ്രഗ്സ്, ഇങ്ങനത്തെ പല കാരണം കൊണ്ടായിരിക്കാം. സോ അതെന്താണ് സൂചിപ്പിക്കുന്നത്? സോ ഒരു അർബൻ സെൻട്രിക് ചാലഞ്ചസ് ഉണ്ട്. ഈ മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് ഒരു അർബൻ സെൻട്രിക് ചാലഞ്ചസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഡ്രഗ്, സ്ട്രെസ്, പൊല്യൂഷൻ, ഇങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞു, രജിസ്റ്റേർഡ് ബർത്ത്
ആൾക്കാരുടെ ഇടയിൽ ബർത്തും ഡെത്തും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവയർനെസ് കൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു എന്താണ് ഒരു ഡാറ്റയാണിത്. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഇൻക്രീസ്ഡ് ഫ്രം 2.52 crore in 2023 to 2.54 crore in 2024. ഇറ്റ് ഷോസ് ദാറ്റ് ആൾക്കാരെ ഇടയിലുള്ള എന്താണ് സിസ്റ്റത്തിന് ക്യാപ്ചർ ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. അല്ലാതെ എന്താണ് കൂടുതൽ പ്രസവം നടക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പ്രസവം കുറഞ്ഞു വരികയാണ്, ആക്ച്വലി ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണ്. ബട്ട് എന്താണ് ആൾക്കാർ ഇതിപ്പം പണ്ടൊരു 100 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 90 കുട്ടികളാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ 100 കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 92% കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഇംപ്രൂവ്മെന്റ് ഓഫ് എന്താണ് രജിസ്ട്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ന്യൂസ്. ഭയങ്കര എന്താണ് ഒരു ഈസി സാധനമാണത്. അടുത്തത് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. PPP മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇപ്പം നാഷണൽ ഹൈവേസ് ഒക്കെ ഉണ്ടാക്കുന്നത് PPP മോഡലിലാണ്. എങ്ങനെയാണ് PPP മോഡൽ വർക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ് പകുതി പണിയെടുക്കും, ബാക്കി പ്രൈവറ്റ് എടുക്കും. ഒരു ഹൈവേ ഉണ്ടാക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുക്കും, പ്രൈവറ്റ് എന്ത് ചെയ്യും, ബാക്കി അത് അബ്സോർബ് ചെയ്യും. ബാക്കി മീൻസ് ആ ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ നടത്തുക ആരായിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും. സോ അതാണ് PPP ബേസിക്കലി. പക്ഷെ PPP 1 അല്ലെങ്കിൽ നമ്മളിപ്പോ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന PPPക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണ് ഇഷ്യൂ? ആ ഇഷ്യൂ മറികടന്ന് ഒരു PPP 2.0 വേണമെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ, ഇന്ത്യൻ എക്സ്പ്രസിലുള്ള ആർട്ടിക്കിളിൽ എഡിറ്റോറിയലിൽ നമ്മുടെ പേര് ഞാൻ മറന്നു, അരവിന്ദ് മായാറാം, നമ്മുടെ പഴയ ഒരു ഫിനാൻസ് സെക്രട്ടറി ആണത്. സോ നല്ലൊരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് അത് എടുത്തത്. സോ എന്താണ് PPP 2.0, എന്താണ് PPP 1.0 ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ? PPP 1.0 നിങ്ങൾ നോക്കുകയാണെങ്കിൽ PPP ഇപ്പോൾ ഉള്ള PPP നിങ്ങൾ ചെയ്യുന്നത്, നമ്മളിപ്പോ എന്താണ്, നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി ഹൈവേ അല്ലെങ്കിൽ തൃശ്ശൂരിന്ന് പൊന്നാനിക്ക് പോണ ഹൈവേ, ഗുരുവായൂർ വരയ്ക്ക് പോണ ഹൈവേ, ഗവൺമെന്റ് എന്ത് ചെയ്യും, സ്ഥലം ഏറ്റെടുക്കും, എന്നിട്ടൊരു കമ്പനിക്ക് കൊടുക്കും. കമ്പനിയോട് പറയാം അവിടെ NH ഉണ്ടാക്കണം, 6 വരി പാതയാവണം, ഇങ്ങനെയൊക്കെ ഫീച്ചേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യും, ആ ഒരു ഗവൺമെന്റ് പറഞ്ഞ മോഡലിൽ ഒരു ഇതുണ്ടാക്കിയിട്ട് ഗവൺമെന്റ് കൈമാറി കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊജക്ട് ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് കമ്പനീസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊജക്ട് ഉണ്ടാക്കാൻ, ഒരു ഹൈവേ ഉണ്ടാക്കാനുള്ള പൈസ എൻറ്റയർലി ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ബാങ്ക് ലോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ബാങ്ക് എന്താ ചെയ്യുക, യൂഷ്വലി നമ്മളൊരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണക്കാര് ഒരു 1000 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അത് പൂൾ ചെയ്തിട്ട് 1 ലക്ഷം ആക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കും, ഒരു കമ്പനിക്ക് കൊടുക്കും. അങ്ങനെയാണ് ലോൺ വർക്ക് ചെയ്യണത്. പക്ഷെ ഈ ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു 20 കൊല്ലത്തെ പ്രൊജക്റ്റാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 20 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് ഫുള്ള് കിട്ടുള്ളൂ. അപ്പൊ ബാങ്കിന്റെ ലോൺ യൂഷ്വലി 5 കൊല്ലത്തേക്കാണ് ഉണ്ടാവുക. കാരണം എന്താണ്, നമ്മളിപ്പം ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1-2 ലക്ഷം 1-2 വർഷം കഴിഞ്ഞാൽ പൈസ എടുക്കും. സോ ബാങ്കിന് പൈസ തിരിച്ചു തരണം. സോ ഈ ലോൺ കൊടുത്ത പൈസ അപ്പത്തേക്ക് തിരിച്ചു കിട്ടണം. സോ ലോൺ കൊടുത്ത ആൾക്കാർ ഈ ഹൈവേ കൺസ്ട്രക്ട് ചെയ്ത് 20 കൊല്ലം കഴിഞ്ഞാണ് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അതെന്ത് സംഭവിക്കും, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതായത് കിട്ടാക്കടമാവും, ലോൺ ഡിഫോൾട്ട്സ്, ലോൺ ഇവര് കമ്പനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല, അങ്ങനെ ക്രൈസിസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതെന്താണ്, ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചറൽ ഒരു ലോൺസ് അവിടെ കിട്ടണില്ല, കോസിങ് അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. PPP 2.0 എന്താ പറയണത്, മാച്ച് ക്യാപിറ്റൽ വിത്ത് പ്രൊജക്ട് റിസ്ക്. ബേസിക്കലി നിങ്ങളായി മാച്ച് ക്യാപിറ്റൽ വിത്ത് പ്രൊജക്ട്, ആ പേര് കണ്ട് നേട്ടണ്ട. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന്, പെൻഷൻ ഫണ്ടുകളിൽ നിന്ന്, സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഗ്ലോബൽ ഈ വേൾഡ് ബാങ്ക് ഒക്കെ പോലത്തെ, അല്ലെങ്കിൽ ജപ്പാൻ ജൈക്ക ഒക്കെ പോലത്തെ
എന്താണ് ഗ്ലോബൽ ആയിട്ടുള്ള ബാങ്ക്സ് നമ്മൾ തുച്ഛമായ ഇൻട്രസ്റ്റ് റേറ്റിൽ കടമെടുക്കാം. ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 20 കൊല്ലത്തേക്കുള്ള ലോണാണ്. അപ്പൊ എന്താണ് സ്ട്രെസ്ഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള 5 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട രീതിയൊന്നും ഇല്ല. പെൻഷൻ ഫണ്ടൊക്കെ എന്താ, ഞാനിപ്പോ പെൻഷൻ അടച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ പെൻഷൻ ഫണ്ട് എപ്പോഴാണ് കിട്ടുക? എന്റെ 60ാമത്തെ വയസ്സിലാണ് കിട്ടുക. സോ 24 വയസ്സായി എനിക്ക് 60ാമത്തെ വയസ്സ് വരെ എന്താണ് അടയ്ക്കാൻ പറ്റും. സോ 25-30 കൊല്ലത്തേക്ക് ഞാനത് പൈസ അടയ്ക്കും. മീൻസ് എന്താണ് 30 കൊല്ലം എനിക്ക് ആ പൈസ തിരിച്ചു വേണ്ട. പക്ഷെ ബാങ്കിൽ നിന്ന് കടക്കുമ്പോൾ അങ്ങനെയാണോ? ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു 1000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1-2 കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചടക്കും. സോ കുറച്ചും കൂടി എന്താണ് ലോങ് ടേം ഫിനാൻസ് ആണത്, ലോങ് ടേം ബോറോയിങ് ആണത്. ഓക്കെ, സോ PPP 2.0 ബേസിക്കലി ചെയ്യുന്ന അതാണ്. ഷിഫ്റ്റ് ഫിനാൻസിങ് ഫ്രം ബാങ്കിങ് ടു ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. ഇതെന്ത് ചെയ്യും? ഗവൺമെന്റിന് കൂടുതൽ പൈസ ഇറക്കാനുള്ള ഫിസിക്കൽ ബേർഡൻ കുറഞ്ഞു കിട്ടും. റിസ്ക് അലോക്കേഷൻ, പബ്ലിക് ടു പ്രൈവറ്റ് റിസ്ക് അലോക്കേഷൻ ഒരു മാച്ചിങ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി PPP 2.0. ഓക്കെ, മനസ്സിലായോ? സോ PPP 1 പ്രശ്നങ്ങളുണ്ട്. ആ PPP 1 ഒഴിവാക്കിയിട്ട് PPP 2.0 വേണമെന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, സോ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സിനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക് കേട്ട് നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നുണ്ടാവും, പക്ഷെ ഇത് റിയാലിറ്റി ആണ്, നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. റീസെന്റ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് അവരുടെ സ്കൂളിൽ നിന്ന് അവരുടെ സ്കൂൾ മിഡ് ഡേ മീൽ സ്കീമിന്റെ മെനുവിൽ നിന്ന് എഗ് എടുത്തു കളഞ്ഞു. സോ വൈ എഗ് ആർ ഇമ്പോർട്ടൻറ്റ്? നമ്മൾ കുട്ടികൾക്ക് നമ്മൾ മിഡ് ഡേ മീൽസ് കൊടുക്കുന്നുണ്ട്, കുറെ ചോറ് കൊടുക്കുന്നു, കറി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ ചോറും കറിയും കൊടുക്കുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്. ഹിഡൻ ഹങ്കർ എന്നുള്ളൊരു പരിപാടി ഉണ്ട്. മീൻസ് ചോറും കറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീന്റെ വിശപ്പ് പോകും, പക്ഷെ ഒരു ഹിഡൻ ഹങ്കർ അവിടെ ഫെൽറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് എന്താണ്, ചോറിന്ന് കുട്ടിക്ക് എല്ലാ വിധത്തിലെ പ്രോട്ടീൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. കാർബോഹൈഡ്രേറ്റ് ആണ്, കാർബ്സ് നമ്മൾ പറയും. കറികളിൽ നിന്ന്, ലൈക്ക് സാധാ കറികൾ, പച്ചക്കറി ഒന്നും ഇല്ലാത്ത, ലൈക്ക് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ പച്ചക്കറി ഒന്നും ഇട്ട് തരില്ലല്ലോ അവർ. കൂടെ കുട്ടികളുണ്ട്, ഓരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് കറികളിൽ നമുക്ക് അത്ര പ്രോട്ടീൻ കിട്ടുമോ? ഇല്ല. സോ ഇങ്ങനൊരു മെനുന്ന് കുട്ടിക്ക് വിശപ്പ് മാറും, പക്ഷെ ഒരു ന്യൂട്രീഷൻസ് ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് പല ഗവൺമെന്റും എഗ്സ് 1960 മുതൽ നമ്മുടെ തമിഴ്നാടാണ് സ്റ്റാർട്ട് ചെയ്തത്. തമിഴ്നാട്, കേരളം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് പോയത്. എന്നിട്ട് അത് ഓൾ ഇന്ത്യ ലെവലായി. സോ ഇപ്പൊ റീസെന്റ് ബംഗാൾ അത് എഗ്സ് മാറ്റിയിട്ട് വേറെ ഒരു എഗ്സ് ഒഴിവാക്കുകയാണ്. സോ എഗ്സ് ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ് ഇമ്പോർട്ടന്റ്? എഗ്സ് പ്രോട്ടീന്, കുട്ടികൾക്ക് പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുന്നുണ്ട്. പ്രോട്ടീൻ അബ്സോർപ്ഷൻ എഗ്സിൽ കൂടുതലാണ്. മീൻസ് നിങ്ങൾക്ക് പ്രോട്ടീൻ സോയാബീൻ കിട്ടും, നിങ്ങൾക്ക് പ്രോട്ടീൻ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും. പല പ്രോട്ടീൻ സോഴ്സസും ഉണ്ട്. മിൽക്കിന്ന്, പാലിന്ന് കിട്ടും, പനീർന്ന് കിട്ടും. പക്ഷെ പ്രോട്ടീൻ അബ്സോർപ്ഷൻ, ഈ എടുക്കുന്ന പ്രോട്ടീന് നമ്മുടെ ബോഡി വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കുന്ന അബ്സോർപ്ഷൻ റേറ്റ് എഗ്സിൽ കൂടുതലാണ്. എഗ്സിൽ ഓൾമോസ്റ്റ് 95% പ്രോട്ടീൻ, അതിലുള്ള പ്രോട്ടീൻ നമ്മൾ വലിച്ചെടുക്കും. അത് വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ് എഗ്സ്. ഓക്കെ, ഓക്കെ, അത് വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ് ഫുഡിന്റെ കാര്യത്തിൽ. അതെന്ത് ചെയ്യും? എഗ്സ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, കംപ്ലീറ്റ് പ്രോട്ടീൻ, ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. വിറ്റമിൻ B12, വൈറ്റമിൻ D, കോളിൻ. കോളിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതൽ വേണ്ട ഒരു മിനറൽ ആണ്. അയേൺ, സിങ്ക്, പിന്നെ മഞ്ഞ സാധനം ഉണ്ടല്ലോ, ഹെൽത്തി ഫാറ്റ്സ് ആണ്. മഞ്ഞ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഹെൽത്തി ഫാറ്റ്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എഗ്സ് തരുന്നുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഫിസിക്കൽ ഗ്രോത്തിന്, കുട്ടികൾക്കുള്ള വളർച്ചയ്ക്ക്, കുട്ടികൾക്ക് ഇപ്പൊ എന്താ കൂടുതൽ അനീമിയ ഉണ്ട്. ഓൾമോസ്റ്റ് 60% കുട്ടികൾക്ക് അനീമിയ ഉണ്ട്. അനീമിയ എന്ന് വെച്ചാൽ അയണിന്റെ കുറവുണ്ട്. സോ ഇതൊക്കെ ഫിസിക്കൽ ഗ്രോത്ത് സഹായിക്കും. ബ്രെയിൻ ഡെവലപ്മെന്റ്, കോളിൻ എന്ന് പറഞ്ഞ എന്താണ് മിനറൽ, കോളിൻ എന്ന് പറഞ്ഞ സാധനം
എന്താണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ, കുട്ടികളിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഇമ്മ്യൂണിറ്റി, ഓക്കെ, ഇമ്മ്യൂണിറ്റി കിട്ടാൻ, ലേണിംഗ് ഔട്ട്കംസ് കൂട്ടാൻ, ലേണിംഗ് പെഡഗോഗി കൂട്ടാൻ എന്ത് സഹായിക്കും? എക്സ് സഹായിക്കും. ഓക്കെ, അപ്പം എക്സിനെ റീപ്ലേസ് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും. എക്സിനെ റീപ്ലേസ് ചെയ്യരുത്. ആക്ച്വലി എക്സ് കഴിക്കാൻ പറ്റാത്ത കുട്ടികളെ എക്സ് വേണ്ടാന്ന് അവർക്ക് ആൾട്ടർനേറ്റീവ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ മെജോറിറ്റി കുട്ടികൾ എക്സ് കഴിക്കുന്നവരാണ്. സോ എക്സ് നമ്മൾ കൊടുക്കണം. ഓക്കെ, സയന്റിഫിക് ആയിട്ട് നമ്മൾ തീരുമാനം എടുക്കണം എപ്പോഴും. എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം ഗവൺമെന്റിന് നല്ലത്. എവിഡൻസ്, സയൻസ് പറയാം, ഓക്കെ, ഗഗിനെക്കാളും നല്ലത് സോയാബീൻ ആണെന്നുണ്ടെങ്കിൽ സോയാബീനിലെ ആൾട്ടർനേറ്റീവിലേക്ക് പോവാം. ബട്ട് നിലവിൽ സയൻസ് പറയുന്നത് എക്സ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നാണ് പറയുന്നത്. സോ എക്സിനെ റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം റീപ്ലേസ് ചെയ്യണം. ലൈക് ചില കുട്ടികൾ സ്ട്രിക്ട്ലി നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. സോ അവർക്ക് ആൾട്ടർനേറ്റീവ് കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരത് കട്ട് ചെയ്യരുത്. അത് എന്ത് കാരണമാവും? കുട്ടികളുടെ ഇടയിലുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണമാവും. ഓക്കെ, സോ ചാലഞ്ചസ് ബേസിക്കലി റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഒബ്ജക്ഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അൺഈവൻ ഇംപ്ലിമെന്റേഷൻ അക്രോസ് സ്റ്റേറ്റ്സ് ആൻഡ് ഫണ്ടിങ് കൺസ്ട്രെയിൻസ് ഒക്കെയാണ് സ്റ്റിൽ. ബട്ട് ഇത് നമ്മൾ മനസ്സിൽ വിചാരിച്ച, അല്ലെങ്കിൽ ഗവൺമെന്റ് മനസ്സിൽ വിചാരിച്ചതൊക്കെ മാറാവുന്നതേ ഉള്ളൂ. ഇത്രയും ഇമ്പോർട്ടൻറ്റ് സാധനം നമ്മൾ ഒരിക്കലും നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ടൊന്നും മാറ്റരുത്. എപ്പോഴും ബ്ലൈൻഡ്ലി ഒരു ഗവൺമെന്റ് വിശ്വസിക്കുന്ന പകരം വേണ്ട കാര്യത്തിൽ ക്രിട്ടിസൈസ് ചെയ്യാം, വേണ്ട കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. ഒക്കെ നമ്മളും ഒരു അവയർഡ് നമ്മളും ഒരു എന്താണ് ഒരു അവയർഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും. ഓക്കെ, സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.